ഹായ് ഓൾ വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെമസ്റ്റർ 6ൻ്റെ എക്സാംസ് വരാറായി. നമുക്കറിയാം ഏപ്രിൽ 4-നാണ് ഇപ്പോൾ ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് എക്സാം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും എക്സാം എടുത്തിട്ടുള്ളതുകൊണ്ട് എല്ലാവരും ടെൻഷനിലായിരിക്കും. സെമസ്റ്റർ 6-ൽ ഒരുപാട് പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. ആ പേപ്പറുകളെല്ലാം പാടുള്ള പേപ്പറുകളാണ്. അപ്പോൾ ആ പേപ്പറുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലായിരിക്കും എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 30 ഡേയ്സ് സ്റ്റഡി പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 30 ഡേയ്സ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരി 20-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും മാർച്ച് 1-ാം തീയതി ഈ വീഡിയോ കണ്ടാൽ പോലും 30 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ എസിക്സിലെ എല്ലാ മൊഡ്യൂൾസും പഠിച്ചു തീർക്കാനുള്ളൊരു പെർഫെക്റ്റ് സ്റ്റഡി പ്ലാനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചിലരൊക്കെ നമുക്ക് സപ്ലി കിട്ടാതെ ജസ്റ്റ് പാസ് ഔട്ട് ആവാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ഈ ഒരു എസിക്സ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ ജസ്റ്റ് ഒന്ന് മാറ്റി നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ പഠിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി റിവിഷൻ കൂടുതലായിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഒരു ടൈം ടേബിൾ സ്റ്റഡി പ്ലാൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യമേ നമുക്ക് നോക്കാം. നമുക്ക് 5 പേപ്പറുകളാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പേപ്പർ റിയൽ അനാലിസിസ് ആണ്, കോംപ്ലക്സ് അനാലിസിസ്, അബ്സ്ട്രാക്ട് ഓൾജിബ്ര, ഇൻ്റഗ്രൽ ഇക്വേഷൻസ്. പിന്നെ വരുന്നത് ഒരു ഇലക്റ്റീവ് പേപ്പറാണ് അല്ലേ. ഇലക്റ്റീവ് പേപ്പർ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും കൂടുതൽ വരുന്ന പേപ്പർ എന്ന് പറയുന്നത് ഗ്രാഫ് തിയറി തന്നെയാണ്. ഇനി ഗ്രാഫ് തിയറി അല്ല, ചിലർക്കൊക്കെ ന്യൂമറിക്കൽ ഇക്വേഷൻസ് ഉണ്ട്, ചിലർക്കൊക്കെ വേറെ പേപ്പേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് തിയറി ഉൾപ്പെടെയുള്ള 5 പേപ്പേഴ്സാണ് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ന്യൂമറിക്കൽ ഇക്വേഷൻ ആണെങ്കിൽ ഗ്രാഫ് തിയറി ഉള്ള 2 മൊഡ്യൂളും പിന്നെ ഏതെങ്കിലും ഒരു റിവിഷൻ ഡേറ്റിൽ 3-ാമത്തെ മൊഡ്യൂളോട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനിൽ ന്യൂമറിക്കൽ ഇക്വേഷൻസിൻ്റെ സ്റ്റഡി പ്ലാൻ സെറ്റാവും. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു 5 പേപ്പറിലായിട്ട് മൊത്തം നിങ്ങൾ നോക്കുക. മൊത്തം നമുക്ക് 13 മൊഡ്യൂൾസ് പഠിക്കാനുണ്ട്. ഗ്രാഫ് തിയറി ആണെങ്കിൽ ഗ്രാഫ് തിയറി ആണ് നിങ്ങളുടെ കോളേജിലെ എലക്റ്റീവ് എന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തം 13 മൊഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. അതല്ല നിങ്ങൾ ന്യൂമറിക്കൽ ഇക്വേഷൻസ് ആണ് എലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് മൊത്തം 14 മൊഡ്യൂൾസ് ആയിരിക്കും പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ കൊണ്ട് ഈ ഒരു 13 മൊഡ്യൂൾ അല്ലെങ്കിൽ 14 മൊഡ്യൂൾ BSc മാത്തമാറ്റിക്സിൻ്റെ സെമസ്റ്റർ 6ൻ്റെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മൊഡ്യൂളുകളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ക്ലാസ്സുകൾ വേണം. നമുക്ക് എന്തായാലും ക്ലാസ് അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഏറ്റവും തുച്ഛമായ ഫീസിൽ 10 മണിക്കൂറത്തെ റെക്കോർഡ് ക്ലാസ് കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് ഒരു സബ്ജക്റ്റിൻ്റെ തീർക്കും. അപ്പോൾ ഈ പറയുന്ന റിയൽ അനാലിസിസിൻ്റെ 3 മൊഡ്യൂൾ തീർക്കാൻ നിങ്ങൾക്ക് എത്ര സമയം മതി? 10 മണിക്കൂർ മതി. നോക്കിയടാ, ഈ റിയൽ അനാലിസിസിൻ്റെ 3 മൊഡ്യൂൾ തീർക്കാൻ നിങ്ങൾക്ക് 10 മണിക്കൂർ മതി. ഇവിടെ 10 മണിക്കൂർ, പിന്നെ കോംപ്ലക്സ് അനാലിസിസ് തീർക്കാൻ 10 മണിക്കൂർ, അബ്സ്ട്രാക്ട് ഓൾജിബ്ര തീർക്കാൻ 10 മണിക്കൂർ, ഇൻ്റഗ്രൽ ഇക്വേഷന് 10 ഇട്ടിട്ടില്ല, ബാക്കിയുള്ള സബ്ജക്റ്റ് ചിലപ്പോൾ ഇച്ചിരി കൂടിയാലോ, അതുകൊണ്ട് നമുക്ക് ഇതും 10 മണിക്കൂർ, ഗ്രാഫ് തിയറി 10 മണിക്കൂർ, അങ്ങനെ ഒരു 50 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സാധനം പഠിച്ചു തീർക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മളുടെ സ്റ്റഡി പ്ലാൻ. നമുക്ക് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. ഈ 5 സബ്ജക്റ്റിൻ്റെയും കൂടി ക്ലാസ്സുകൾ നിങ്ങൾക്കൊരു 50 മണിക്കൂറത്തെ റെക്കോർഡ് ക്ലാസ്സിനുള്ളിൽ കവർ ആവുന്ന രീതിയിൽ, ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ക്രാഷ് കോഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കംപ്ലീറ്റ് സിലബസ് നമ്മൾ പറയും. അത് ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 80 മാർക്കിനായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങൾക്കൊരു എക്സാം ഉണ്ടെങ്കിൽ അതിൽ 100 മാർക്ക് സ്കോർ ചെയ്യാനുള്ള കണ്ടൻറ്റ് ആ ക്ലാസ്സിൽ കാണും. പക്ഷേ ക്ലാസ് ടൈം 10 മണിക്കൂറിനുള്ളിലായിരിക്കും ഓരോ സബ്ജക്റ്റിൻ്റെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ 50 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് തീർക്കാം, റെക്കോർഡ് കണ്ടു തീർക്കാം. പിന്നെ ഒരു 50 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചും തീർക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ 100 മണിക്കൂർ എന്ന് പറഞ്ഞൊന്നും പേടിപ്പിക്കുന്നില്ല. നമുക്ക് ഓരോ ദിവസവും എത്രത്തോളം പഠിക്കണം എന്നുള്ള രീതിയിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ്റെ PDF നിങ്ങൾക്ക് വേണമെങ്കിലും അതേപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ്, കുറച്ച് ക്ലാസ്സിൻ്റെ PDF നോട്ടും അങ്ങനത്തെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലുണ്ട്. നമ്മളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യുക. നമ്മളുടെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഉണ്ട്, അതും കൂടി പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാതെ സ്റ്റഡി പ്ലാനിലോട്ട് പോവാം. നോക്കിയടാ, നമ്മൾ കൃത്യമായിട്ട് റിവിഷൻസ് ഉൾപ്പെടെ 4 റിവിഷൻ ഡേറ്റ് ഉൾപ്പെടെ 30-ാമത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കുന്ന രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇതിനകത്ത് ആദ്യമേ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ റിയൽ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് റിയൽ അനാലിസിസ് ആണ് അല്ലേ. റിയൽ എന്ന് എഴുതിയിരിക്കുന്നത് റിയൽ അനാലിസിസ് ആണ്. കോംപ്ലക്സ് എന്ന് എഴുതിയിരിക്കുന്നത് മുഴുവൻ കോംപ്ലക്സ് അനാലിസിസ് ആണ്. അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല.
ബാക്കിയുള്ളതാണ് പറയാനുള്ളത് അല്ലേ. ഐ ഇ എന്ന് എഴുതിയിരിക്കുന്ന ഇൻ്റഗ്രൽ ഇക്വേഷൻസ് ആണ്. ആണ്. അതേപോലെ തന്നെ ഗ്രാഫ് എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ഗ്രാഫ് തിയറിയാണ്. ഇനി റിംഗ് എന്ന് എഴുതിയിരിക്കുന്നത് അബ്സ്ട്രാക്ട് ഓൾജിബ്ര റിംഗ് തിയറിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ റിംഗ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അത് അബ്സ്ട്രാക്ട് ഓൾജിബ്ര റിംഗ് തിയറിയാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് M1 M2 എന്നൊക്കെ പറയുമ്പോൾ അത് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എന്നൊക്കെ വായിക്കുക. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഒരു ഡേയിൽ നിങ്ങൾ റിയൽ M1 എന്ന് കാണുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ പകുതിയാണെന്ന് മനസ്സിലാക്കുക. ഒരു M1 എന്ന് പറയുന്നത് ഹാഫ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഹാഫ് ആണെന്നൊന്നും എഴുതിയിട്ടില്ല. എപ്പോഴൊക്കെ നിങ്ങളൊരു മൊഡ്യൂളിൻ്റെ നമ്പർ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ ആ മൊഡ്യൂളിൻ്റെ പകുതിയാണ് പഠിക്കേണ്ടത്. ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് ആയിരിക്കും, ചിലപ്പോൾ സെക്കൻഡ് ഹാഫ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം റിയൽ M1 ഒക്കെ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ദിവസം ഫസ്റ്റ് ഹാഫ്, ഈ ദിവസം സെക്കൻഡ് ഹാഫ്. ക്ലിയർ അല്ലേ? അപ്പോൾ ദാ ഡേ 1 റിയലിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ, ഡേ 2 കോംപ്ലക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ. ഈ റിയലും കോംപ്ലക്സും ഇച്ചിരി പാടാ. അപ്പോൾ അതിൻ്റെ കൂടെ റിംഗ് തിയറിയും കൂടെ പഠിക്കേണ്ട. അതിൻ്റെ കൂടെ നമുക്ക് ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ മൊഡ്യൂൾ 1 പകുതി പഠിക്കാം. പകുതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അപ്പോൾ റിയലിൻ്റെ പകുതി പഠിച്ച് തീർന്നില്ല, കോംപ്ലക്സിൻ്റെ പകുതി പഠിച്ച് തീർന്നില്ല. അപ്പോൾ ഇൻ്റഗ്രൽ ഇക്വേഷൻ അന്ന് നേരത്തെ തുടങ്ങിയിട്ട് ഇൻ്റഗ്രൽ ഇക്വേഷൻ പെട്ടെന്ന് തീർത്തിട്ട് ഇതിൽ ബാക്കിയുള്ളത് പഠിച്ച് തീർക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് കയറ്റിയിട്ട് എന്തെടുത്തേക്കുന്നത്, ഇൻ്റഗ്രൽ ഇക്വേഷനും ഗ്രാഫ് തിയറിയും കുറച്ചുകൂടി എളുപ്പമാണ്, അവന്മാരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ കറക്റ്റായിട്ട് പഠിച്ചിട്ട് റിങ് പഠിക്കാം. എന്നിട്ട് ഈ 5 ദിവസവും നിങ്ങൾ കറക്റ്റായിട്ട് ഈ 5 മൊഡ്യൂളിൻ്റെയും പകുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ 6ാമത്തെ ദിവസം ഇതെല്ലാം റിവൈസ് ചെയ്യുക. ഇനി അഥവാ നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 6ാമത്തെ ദിവസം കുറച്ചുകൂടി കാര്യമായിട്ട് ഈ 5 ദിവസത്തിൽ എന്തെങ്കിലും സാധനങ്ങൾ പെൻഡിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക, എന്നിട്ട് റിവിഷൻ ചെയ്യുക. ക്ലിയർ ആണ്? അപ്പോൾ ഇതേ പാറ്റേൺ ആണ് നമ്മൾ പോകാൻ പോകുന്നത്. ആദ്യത്തെ 24 ദിവസവും ഇതേ പാറ്റേണിലാണ് പോകാൻ പോകുന്നത്. റിയലിൻ്റെ ഹാഫ്, കോംപ്ലക്സിൻ്റെ ഹാഫ്, ഇൻ്റഗ്രൽ ഇക്വേഷൻ്റെ ഹാഫ്, ഗ്രാഫിൻ്റെ ഹാഫ്, റിങ്ങിൻ്റെ ഹാഫ്, പിന്നെ റിവിഷൻ. എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ റിവിഷൻ ദിവസം തീർത്ത് ഈ 6 ദിവസം കൊണ്ട് ടൈം ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കുക. ഓക്കെ, എഗെയിൻ നമ്മൾ സെക്കൻഡ് ഹാഫിലോട്ട് പോകും. റിയലിൻ്റെ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സെക്കൻഡ് ഹാഫ്, കോംപ്ലക്സിൻ്റെ സെക്കൻഡ് ഹാഫ്, ഇൻ്റഗ്രൽ ഇക്വേഷൻ, ഗ്രാഫ്, റിങ്. അതേപോലെ നമുക്ക് റിവിഷൻ. ഇതേപോലെ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കും. ഓക്കെ, അപ്പോൾ 18 ദിവസമായി സെക്കൻഡ് മൊഡ്യൂളും പഠിച്ചു. കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുന്നതുകൊണ്ട് ഒന്നും പെൻഡിങ് വരത്തില്ല. അങ്ങനെ 24 ദിവസമായപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും സെക്കൻഡ് മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞു വിത്ത് റിവിഷൻ. കൃത്യമായിട്ട് ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ വിത്ത് റിവിഷൻ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം അര മൊഡ്യൂളൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരോട് നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഒരു പേപ്പറിൻ്റെ ക്ലാസ് 10 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 3 മൊഡ്യൂളുള്ള റിയൽ അനാലിസിസിൻ്റെ ക്ലാസ് 10 മണിക്കൂർ എന്ന് പറയുമ്പം ഒരു മൊഡ്യൂൾ ഒരു 3.5 മണിക്കൂറൊക്കെ വരുന്നത്. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ ഒരു 1.25 മണിക്കൂർ റെക്കോർഡ് ക്ലാസ്, 2 മണിക്കൂർ കൂട്ടിക്കോ. ആ 2 മണിക്കൂർ റെക്കോർഡ് ക്ലാസ് അത് കാര്യമായിട്ടിരുന്ന് പഠിക്കാൻ ഒരു 2 മണിക്കൂർ, അങ്ങനെ ഒരു ദിവസം 4 മണിക്കൂർ പഠിച്ചാൽ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും പഠിച്ചാൽ നിങ്ങൾക്ക് പകുതി സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സിൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അടുത്ത ഒരു 6 ദിവസം കുറച്ച് ടൈറ്റ് ആണ്. അതായത് നമ്മളുടെ ഈ ബോൾഡിലാക്കിയേക്കുന്ന സബ്ജക്റ്റ് തീർന്നതാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഇന്നേക്ക് 21ാമത്തെ ദിവസം നിങ്ങൾ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർന്നു. 22ാമത്തെ ദിവസം 2 പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർന്നു. അപ്പോൾ 5 പേപ്പറിൽ 2 പേപ്പർ മുഴുവനായിട്ടും തീർന്നു പറയുന്നത് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി തരും അല്ലേ. അങ്ങനെ ഡേ 25 റിയൽ പഠിക്കുന്നു, ഡേ 26 കോംപ്ലക്സ് പഠിക്കുന്നു. ഇനിയിപ്പോൾ ഇൻ്റഗ്രൽ ഇക്വേഷനും ഗ്രാഫ് തിയറിയും ഇല്ല, അപ്പോൾ റിങ് പഠിക്കുന്നു 3rd മൊഡ്യൂളും. അവിടെ ഞാൻ റിവിഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എഗെയിൻ അടുത്ത 3 ദിവസം കൊണ്ട് ഈ 3 മൊഡ്യൂളിൻ്റെ അടുത്ത പകുതി കൂടി പഠിക്കുമ്പോൾ കംപ്ലീറ്റ് സിലബസ് തീർന്നു. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് സിലബസ് തീർക്കണമെന്നും വിചാരിക്കത്തില്ല. ഒരു എബവ് ആവറേജ് പഠിക്കുന്ന ആൾക്കാർ ഒരു 60 to 70 മാർക്കൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഈ മൊഡ്യൂൾ 3ൻ്റെ സെക്കൻഡ് ഹാഫ് നിങ്ങൾക്ക് അങ്ങ് സ്കിപ്പ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് തന്നെ കിട്ടും. കാരണം നമുക്ക് അത്യാവശ്യം ചോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളത് നന്നായിട്ട് പഠിച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാം പഠിക്കുക, എല്ലാം പഠിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും മറന്നു പോയാലും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. സോ ലാസ്റ്റ് സെമ്മാണ്, ലാസ്റ്റ് സെമ്മിൽ ഏറ്റവും നന്നായിട്ട് തന്നെ പഠിക്കുക, സപ്ലി വരാതെ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ഞാൻ പറഞ്ഞു ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് ക്ലാസ് 10 മണിക്കൂറിനുള്ളിൽ തീർക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും. നമ്മളുടെ ഫീസ് വളരെ തുച്ഛമായ ഫീസാണ്. ഒരു പേപ്പറിന് 2000 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ 25% ഡിസ്കൗണ്ട് ആണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത്. നമ്മളുടെ എക്സാം വളരെ അടുത്തായതുകൊണ്ട് തന്നെ 25% ഡിസ്കൗണ്ട് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 2000 റുപ്പീസിൻ്റെ ഫീസിൽ നിന്ന് ഒരു പേപ്പറിന് 25% ഡിസ്കൗണ്ട് വരുമ്പോൾ 1000 റുപ്പീസ് പെർ പേപ്പറാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഒരു പേപ്പറിന് വെറും 1500 രൂപ മാത്രമാണ് വരുന്നത്. ആ 1500 രൂപ കൊടുത്ത് നിങ്ങളൊരു പേപ്പർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ആ മൊഡ്യൂളിൻ്റെ 10 മണിക്കൂറിനുള്ളിൽ നിൽക്കുന്ന
രീതിയിൽ ഫുൾ കണ്ടൻറ്റ് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻറ്റ് ഉൾപ്പെടുന്ന റെക്കോർഡഡ് ക്ലാസ് ആണ്. അതേപോലെ തന്നെ ആ ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഓരോ മൊഡ്യൂളിൻ്റെയും മൊഡ്യൂൾ വൈസ് സെക്ഷൻ വൈസ് നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ അന്ന് വരെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ആ സംശയങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ പിന്നെയും കാണാം. എന്നിട്ട് അതിൽ സംശയം വരുവാണെങ്കിൽ ആ സംശയങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ചോദിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് PYQs ഒക്കെ ഡിസ്കസ് ചെയ്യും, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ഇനി അതും കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റുഡൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് ഒരു റിവിഷൻ ലൈവ് കൂടി വയ്ക്കും. ഓക്കെ, അപ്പോൾ വെറും 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളുടെ വാല്യൂ ഒരു SXC പഠിക്കുന്ന BSc മാത്സ് സ്റ്റുഡൻ്റ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ആ കാര്യങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കി ക്ലാസ്സുകളെ പോലെ അത്രയും ഫീസൊന്നും അല്ല, മന്ത്ലി പേയ്മെൻ്റ് അല്ല, കംപ്ലീറ്റ് സിലബസിനുള്ള ഫീസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ ഇനിയും ഡിസ്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് ഈ 5 പേപ്പറും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി പറയാം, ന്യൂമറിക്കൽ ഇക്വേഷൻസിൻ്റെ ക്ലാസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഗ്രാഫ് തിയറി ഉള്ളവർക്ക് ഈ 5 പേപ്പറും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം 7500 ആണ് 1500 × 5 വരുന്നത്. പക്ഷേ 5 പേപ്പറിൻ്റെ ഡിസ്കൗണ്ട് ഓഫറാണ്. നിങ്ങൾ 4 പേപ്പറിൻ്റെ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പേപ്പറിൻ്റെയും പ്രൈസ് കിട്ടും. 4 പേപ്പറിൻ്റെ പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പേപ്പറിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി ഗ്രാഫ് തിയറി ഇല്ലാത്തവർക്ക് മാത്രം, ന്യൂമറിക്കൽ ഇക്വേഷൻസ് ആണ് അവരുടെ പേപ്പർ, ഗ്രാഫ് തിയറി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ 4 പേപ്പർ എടുക്കുമല്ലോ. ഈ 4 പേപ്പറോട് നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് തരും? 4 പേപ്പർ ആണെങ്കിൽ 5000 രൂപയ്ക്ക് തരും. അത് ഗ്രാഫ് തിയറി ഇല്ലാത്തവർക്ക് മാത്രമാണ് ആ ഒരു ഓഫർ വരുന്നത്. സോ ഇങ്ങനെ ഈ പറയുന്ന 6000 എന്നൊക്കെ പറയുമ്പോൾ ഒരു പേപ്പറിന് 2000 ആയിരുന്നു, അതിൽ 40% ഡിസ്കൗണ്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് അഥവാ നമ്മൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പൊക്കോളാം, നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും വേണ്ട, നിങ്ങൾക്ക് നോട്ട്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നോട്ട്സും അവൈലബിൾ ആണ്. നോട്ട്സ് ഒരു പേപ്പറിന് 500 രൂപയാണ് വരുന്നത്. ഓക്കെ, 500 രൂപ പെർ പേപ്പർ വരും. അതേപോലെ തന്നെ 5 പേപ്പേഴ്സ് ആണെങ്കിൽ 5 പേപ്പേഴ്സിൻ്റെ നോട്ടാണെങ്കിൽ നിങ്ങൾക്ക് 2000 റുപ്പീസ്, 4 പേപ്പറിൻ്റെ പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പേപ്പർ കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ മാക്സിമം പ്രയോജനപ്പെടുത്തുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഉള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും. ഇന്ന് മുതൽ നമ്മൾ ഒരുപാട് PYQസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ അപ്ലോഡ് ചെയ്യും. സോ അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റുകൾ, പെയ്ഡ് അല്ലാത്ത ഫ്രീ കണ്ടൻറ്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ചാനലിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. എന്തായാലും ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണേ. 30 ദിവസം കൊണ്ട് S6 മുഴുവനായിട്ടും പഠിച്ചു തീർക്കാം. മാക്സിമം ഈ വീഡിയോ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് വീണ്ടും ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്.